നമസ്കാരം, യാണോ മെൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു കുഞ്ഞ് ബേബി ഷൂസ് ക്രോഷ്യ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അർച്ചന യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ഓർ വ്യൂവർ എന്നോട് ബേബി ഷൂസ് ഒന്ന് ക്രോഷ്യ ചെയ്തിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അർച്ചന യു, ഇഫ് യു ആർ വാച്ചിങ് ദിസ് ട്യൂട്ടോറിയൽ, ദിസ് ഇസ് ഫോർ യു. താങ്ക് യു ഫോർ ആസ്കിങ് മീ ഡൂയിങ് ഇറ്റ്. പക്ഷെ അർച്ചന എന്നോട് ഇത് ഏത് സൈസ് ബേബി ഷൂസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അത് കാരണം ഒരു 0 to 3 months ഓൾഡ് ബേബി ഷൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ വേറെയും ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ബാക്കി ഇപ്പോൾ കുറച്ചുകൂടെ ഓൾഡർ ബേബീസിനുള്ള ഷൂസാണോ വേണ്ടിയെന്നൊക്കെ ഉള്ളത് ഡിസ്ക്രിപ്ഷൻ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഷൂസ് ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ യാൺ, ദെൻ സിസേഴ്സ്, ഇതിൻ്റെ ക്രോഷ്യ നീഡിലിൻ്റെ ഹുക്ക് സൈസ് 3.5 mm ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഡാർണിങ് നീഡിൽ. ഇത് വളരെ ഈസിയാണ്, ബിഗിനേഴ്സിന് പറ്റിയ ഒരു പ്രോജക്റ്റാണ് ഇത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന യാൺ ഇതിൽ ഈ ഷൂ ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക് യാണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ന്യൂ ബോൺ ബേബിയൊക്കെ ആകുമ്പോൾ അവർക്ക് സ്കിൻ സെൻസിറ്റിവിറ്റി ഒക്കെ കാണുമല്ലോ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ബേബി സോഫ്റ്റ് യാൺസ് കിട്ടും, അല്ലെങ്കിൽ കോട്ടൺ യാൺസ് കിട്ടും. ആ യാൺസിലും നിങ്ങൾക്ക് ഈ ഷൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്ലീസ് ഗോ ത്രൂ മൈ വീഡിയോ. ആദ്യമായി ആ വീഡിയോ മുഴുവൻ ഒന്ന് കാണുക. കണ്ട ശേഷം നിങ്ങൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യമേ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ആകാം, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതായിട്ടൊക്കെ വരുമ്പോൾ. സോ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണുന്നതായിരിക്കും ഒരു ബെറ്റർ അഡ്വൈസ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓരോരോ കുട്ടികളുടെയും ഈ കാൽപാദം അതിൻ്റെ ലെങ്ത് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ന്യൂ ബോൺ ബേബീസ് ഏത് കുട്ടികളുടെ നോക്കിയാലും ചിലപ്പോൾ ഒരാൾക്ക് 3 centimeters ആയിരിക്കും, ഒരാൾക്ക് ചിലപ്പോൾ 3.5, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെങ്തിയർ ബേബി ആണെങ്കിൽ ചിലപ്പോൾ 4 centimeters ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷൂ ഗിഫ്റ്റായിട്ടല്ല കൊടുക്കുന്നത്, കുട്ടി ജനിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ആ ബേബിയുടെ ആ കാൽപാദത്തിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുത്ത ശേഷം ക്രോഷ്യ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ല, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഷൂ ചെറുതായിരിക്കാം അല്ലെങ്കിൽ വലുതായിരിക്കാം. സോ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി സിറ്റുവേഷൻ. അപ്പോൾ എങ്ങനെയായാലും ഞാൻ ഇതിൻ്റെ ഫർദർ സൈസസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. so that you can see the description box and crochet accordingly. To begin with, നമ്മൾ ഈ ഫൗണ്ടേഷൻ ചെയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് മുമ്പ് കുറച്ച് നീളത്തിൽ തന്നെ ഈ യാൺ ടെയിലെൻഡ് വിടുക. നമുക്കിത് ലേറ്റർ ഒരു വീവിങ് എൻഡിന് ആവശ്യമായിട്ട് വരും. സ്റ്റിച്ചസ് കം വീവിങ് എൻഡിന് ആവശ്യമാകും ഇത്. സോ ഞാൻ ഏതാണ്ട് ഒരു 6 to 7 inches ഞാൻ ടെയിലെൻഡ് വിട്ടിട്ടുണ്ട്. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് 18 ചെയിൻസ് ക്രിയേറ്റ് ചെയ്യണം. സോ സ്ലിപ്പ് സ്റ്റിച്ച് അല്ല, സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 18 ചെയിൻസ് ക്രിയേറ്റ് ചെയ്യണം. 1 2 3 17 18. ഇതിൻ്റെ കൂടെ ഒരു മെഷറിംഗ് ടേപ്പും കൂടെ വേണം, ഞാനത് പറയാൻ വിട്ടുപോയി. സോ നമുക്ക് ഇത് 8 centimeters നീളമുള്ള ഒരു ചെയിനാണ് നമുക്ക് ക്രോഷ്യ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം 8 centimeters ഉണ്ടോ എന്നുള്ളത്.
ഇൻ്റേത് 8 സെൻറ്റിമീറ്റേഴ്സ് കുറച്ച് കൂടുതലാണ്, ബട്ട് ഇറ്റ്സ് ഓൾ റൈറ്റ്. 8 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ഈ ചെയിൻസിൽ സിംഗിൾ ചെയ്യണം. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഹുക്കിൽ നിന്നും ഫസ്റ്റ് ചെയിൻ വിട്ട ശേഷം സെക്കൻഡ് ചെയിനിൽ നിന്നും സിംഗിൾ ക്രോഷ്യ ചെയ്യണം എന്നുള്ളത്. സോ for doing single crochet all along the chains, you have to skip one chain from the hook and do single crochet the rest of the chains. So this is the first chain. So skip that first chain, insert your hook into the second chain and do one single crochet in all the chains below. So for single crochet you will do insert your hook into the chain, yarn over the hook and pull through the chain. You will get 2 loops on your hook, yarn over the hook and pull through all the 2 loops on the hook. ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ എൻറ്റയർ ചെയിൻസും ചെയ്യാം. I am pausing my video here. ഈ അറ്റത്ത് എത്തിയ ശേഷം ഞാൻ തിരിച്ചും വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദി ചെയിൻസിൽ എത്തി. ഇനി എനിക്ക് 2 ചെയിൻസ് ഇവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ ആ 2 ചെയിൻസിലും കൂടെ ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. സോ ദിസ് ഈസ് മൈ ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ along the chains. So now just let us count. 18 ചെയിൻസ് നമ്മൾ ചെയ്തു. 18 ചെയിൻസ് ചെയ്തതിൽ സിംഗിൾ ക്രോഷ്യ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ചെയിൻസിൽ. സോ സിംഗിൾ ക്രോഷ്യയ്ക്ക് ഒരു ചെയിൻ വിട്ട ശേഷം ബാക്കി എല്ലാ ചെയിൻസിലും ചെയ്യുന്ന സമയത്ത് 17 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നമുക്ക് ആ ചെയിൻസിൽ വേണം. അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ടു കൺഫേം there are 17 chains. 17 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6 7 9 10 11 12 13 14 15 16 17 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് എനിക്ക് ഈ ഫൗണ്ടേഷൻ ചെയിനിൽ ഉണ്ട്. ഇനി ടേൺ യുവർ വർക്ക്. നമ്മൾ വീണ്ടും സിംഗിൾ ക്രോഷ്യ റോസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേൺ യുവർ വർക്ക്. ഈ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. സാധാരണ നമ്മൾ ഒരു ചെയിൻ ഇട്ട ശേഷം ടേൺ ചെയ്തിട്ട് ആ വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഈ കേസിൽ ഞാൻ ചെയിൻ ഇടുന്നില്ല. കാരണം എനിക്ക് ആ ഒരു കുഞ്ഞു ഗ്യാപ്പ്, ടൈനി ഗ്യാപ്പ് വരും. അതെനിക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് ഐ ടേൺ മൈ വർക്ക് ആൻഡ് ദെൻ ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ദി ഫസ്റ്റ് സ്റ്റിച്ച് ഇറ്റ് സെൽഫ്. ദെൻ yarn over the hook and pull through the first single crochet. അപ്പോൾ നിങ്ങൾക്ക് 2 ലൂപ്സ് കിട്ടും ഹുക്കിൽ. yarn over the hook, pull through 2 loops. ഇത് നിങ്ങളുടെ സെക്കൻഡ് റോയുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ഇനി ഇങ്ങേ അറ്റം വരെ നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് തന്നെ ചെയ്ത് ഈ റോ ഫിനിഷ് ചെയ്യാം. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ ഓഫ് ദി പ്രീവിയസ് റോ. അതിൽ നമ്മൾ സെക്കൻഡ് റോയുടെ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ തേർഡ്, ഫോർത്ത്. ഇനി അതുപോലെ 17 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നമുക്ക് ഈ അറ്റം വരയ്ക്കും കിട്ടണം. ഐ വിൽ മീറ്റ് യു അറ്റ് ദി എൻഡ് ഓഫ് ദിസ് റോ. ഞാനിപ്പോൾ സെക്കൻഡ് റോയുടെ അവസാനത്തിൽ എത്താറായി.
എനിക്കിനി 2 സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്യണം. So this is my 16th one and this is my last single crochet stitch of the second row. ആദ്യത്തെ ഒരു 2-3 റോസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ബിക്കോസ് ഈ സിംഗിൾ ക്രോഷേ ചെയ്ത് വരുന്ന കാരണം നമുക്കിത് കണ്ടോ ഇങ്ങനെ ചുറ്റി ചുറ്റി പിണഞ്ഞു വരുന്ന പോലെ തോന്നും. അത് കാരണം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വർക്ക് നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണോ ചെയ്യുന്നതെന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്റ്റിച്ചസിൻ്റെ കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ഇത് ചുറ്റി പോകരുത്, സ്റ്റിച്ചസ് ഇങ്ങനെ മാറിപ്പോകരുത്. അതുപോലെ കൗണ്ട് നമ്പേഴ്സും 17 സിംഗിൾ ക്രോഷേ ഉണ്ടോ എന്നുള്ളത് തന്നെ ഉറപ്പ് വരുത്തുക. ഓക്കെ, എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ സെക്കൻഡ് റോ ചെയ്ത പോലെ തന്നെ ഈ വീണ്ടും അങ്ങോട്ടേക്ക് നമ്മൾ ഒരു 8 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റിന്, ഇതിപ്പോൾ ലെങ്ത്ത് നമ്മൾ 8 സെൻറ്റിമീറ്റേഴ്സിനാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 8 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് വരെ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യണം. എൻ്റേത് 8 സെൻറ്റിമീറ്റർ, നേരത്തെ പറഞ്ഞ പോലെ 8 സെൻറ്റിമീറ്റർ കുറച്ച് കൂടുതലാണ്. 8.5 ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് 8.5ൻ്റെ അടുപ്പിച്ചുണ്ട്, ബട്ട് ദാറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ, സോ ഇനി ഈ വർക്ക് ഒന്ന് തിരിക്കുക. തിരിച്ചിട്ട് തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് യുവർ ഹുക്ക് ഇൻ ടു ദി ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഓഫ് ദി തേർഡ് റൗണ്ട്. Yarn over the hook and pull through first 2 loops on the hook. ഇങ്ങനെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഓഫ് ദി തേർഡ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ് സിംഗിൾ ക്രോഷേ, ഇതുപോലെ 17 സിംഗിൾ ക്രോഷേസ് ഇൻ ദി തേർഡ് റോ ചെയ്ത് കഴിയണം. ഇൻ ദ സെയിം മാനർ നമുക്ക് 8 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ്, 8 അല്ലെങ്കിൽ ഒരു 8.5 ആയാലും കുഴപ്പമില്ല. നമുക്ക് ചിലപ്പോൾ ആ സ്റ്റിച്ചസിൻ്റെ ആ ഒരു അയഞ്ഞ് കിടക്കുന്ന കാരണം ചിലപ്പോൾ 8 to 8.5 കിട്ടും. അത്രയും വരെ നമുക്ക് ഒരു ആ ഒരു ഹൈറ്റിൽ നമ്മൾ ഈ സ്റ്റിച്ചസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരിക. സോ ഐ വിൽ സീ യു. ഇതിപ്പോൾ എനിക്ക് ഏതാണ്ട് 1 സെൻറ്റിമീറ്റർ ഉണ്ട്. 3 to കണ്ടോ 2 to 3, ഇതൊരു 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അതുപോലെ 8 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് വരണം. 8 to 8.5 ആയാലും 8.5ൻ്റെ ഇടയ്ക്ക് വരാം, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. സോ അത്രയും ഹൈറ്റ് കൊണ്ടുവരാം. അതായത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റേഴ്സ് വീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിൽ 17 സ്റ്റിച്ചസും ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 സ്റ്റിച്ചസ്, സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈ ഹൈറ്റ് ആസ് ഓഫ് ദ ബൂട്ടി ഓർ ദ ഷൂ ഇസ് 5 സെൻറ്റിമീറ്റേഴ്സിന് 5 സെൻറ്റിമീറ്റർ കുറച്ച് കൂടുതൽ, ഒരു 5.2 സെൻറ്റിമീറ്റേഴ്സോളം ഉണ്ട്. ഇതേപോലെ നിങ്ങൾ 8 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് വരുന്ന വരെ ചെയ്യണം. അപ്പോൾ ഞാൻ ഏതാണ്ട് അത് അവിടെ വരെ എത്തുമ്പോൾ ഞാൻ നിങ്ങൾ വീണ്ടും കാണാം. ഞാനിപ്പോൾ ഏതാണ്ട് 8 സെൻറ്റിമീറ്റേഴ്സോളം, 8 സെൻറ്റിമീറ്റേഴ്സിന് കുറച്ച് കൂടുതലുണ്ട് എൻ്റേത്. ആ ഒരു സ്റ്റിച്ചിൻ്റെ ടോപ്പ് ഇതിവിടെ എത്തുമ്പോൾ ഒരു 8.5 വരുന്നുണ്ട് എൻ്റെ ഈ സ്ക്വയർഡ് വിഡ്ത്ത്. 8 സെൻറ്റിമീറ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഹാർഡ്ലി ഞാൻ ആ പ്രീവിയസ് സിംഗിൾ ക്രോഷേ റോയുടെ മിഡിലിൽ എങ്ങാനേ എത്തത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റേത് ഒരു 8.5 വരുമ്പോൾ എനിക്ക് ഈ സ്റ്റിച്ചസിൻ്റെ ടോപ്പ് വരെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടും. So I am taking the measurement up to 8.5. ഓക്കെ, 8.5 എത്തുമ്പോൾ എനിക്ക് ഈ സ്റ്റിച്ചസിൻ്റെ ഈ ലൂപ്പ്, ആ വി പോലെ വരത്തില്ലേ, ആ 2 ലൂപ്പിൻ്റേത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടും.
അപ്പോൾ എനിക്കിനി എൻ്റെ ഈ എനിക്ക് എത്ര റോസ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 റോസ് എനിക്ക് വന്നിട്ടുണ്ട്. സോ 19th റോ എത്തുമ്പോഴേക്കും എനിക്ക് ഈ സ്ക്വയർ സഫീഷ്യൻ്റ് ആയിരിക്കും, ആ ഡയമെൻഷൻ എനിക്ക് സഫീഷ്യൻ്റ് ആയിരിക്കും. എനിക്കൊരു 2-3 സ്റ്റിച്ചസിൻ്റെ കൂടെ ബാക്കിയുള്ളൂ ഈ 19th റോ ചെയ്യാനായിട്ട്. ഇത്രയും റോസ് നിങ്ങൾ ചെയ്യുമ്പോൾ ഏത് റോയ്ക്കും 17 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അഥവാ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റിച്ചസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിനോടകം നിങ്ങളുടെ ഈ വർക്ക് എന്ന് പറയുന്നത് ഈ എക്സാക്റ്റ് സ്ക്വയർ ഷേപ്പിലായിട്ടുണ്ടാവില്ല. അത് ഒരു സൈഡിൽ ഇങ്ങനെ ചരിഞ്ഞ് വന്നിട്ടുണ്ടാകുമായിരിക്കും. നിങ്ങൾക്ക് ആ 17 സ്റ്റിച്ചസ് പ്രോപ്പറായിട്ട് എല്ലാ റോസിലും കിട്ടിയിട്ടില്ല എങ്കിൽ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ വർക്കിൽ എല്ലാ റോസിലും ഞാൻ 17 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ കൗണ്ട് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. So now I have only one more stitch to work. ഇതെൻ്റെ ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ വർക്ക് ഇവിടെ ഫിനിഷ് ഓഫ് ചെയ്യാം. പക്ഷേ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ടെയിൽ കുറച്ച് അധികമേ തന്നെ, നിങ്ങൾ ആ സ്ലിപ്പ് നോട്ടിൻ്റെ ടെയിൽ ഒത്തിരി നീളത്തിൽ വിട്ടില്ലേ, അതേപോലെ ഒരു 6 to 7 ഇഞ്ചസ് നീളത്തിൽ നമുക്ക് ഈ ടെയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. പതുക്കെ ആ സ്ലിപ്പ് നോട്ടൊന്ന് അകത്തോട്ടിങ്ങനെ വലിച്ചെടുക്കുക. ആ സ്ലിപ്പ് സ്റ്റിച്ച്, സോറി ഇവിടെ വിട്ടത് സ്ലിപ്പ് സ്റ്റിച്ച്, ഇത് താഴത്തത് സ്ലിപ്പ് നോട്ട്. ഓക്കെ, നൗ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു ടെയിലൻ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ നീഡിലൂടെ ഒന്ന് കടത്തി വിട്ട ശേഷം അകത്തൂടെ ഈ സൈഡിലൂടെ ഇങ്ങനെ വീവിൻ ചെയ്ത് ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവരണം. ഐ വിൽ ഷോ യു ഹൗ. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടില്ലേ, അതാണ്. പതുക്കെ ഈ സ്റ്റിച്ചസിൻ്റെ ഇടയിലൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാറില്ലേ, സാധാരണ ടൈലറിങ് ഇതിൽ റണ്ണിങ് സ്റ്റിച്ച് പോലെ നമ്മൾ ഇതകത്തൂടെയും പുറത്തൂടെയും എടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം. ഇത് കുറച്ച് ട്രിക്കിയാണ്, പക്ഷേ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ചൊരു ട്രിക്കി ആയിരിക്കും ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഔട്ട്കം ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് രീതിയിൽ എൻജോയ് ചെയ്യുമെന്നറിയോ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ചുരുങ്ങി വരും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് ടെയില് പുൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചുരുങ്ങി വരും. ഇനി ഇത് നമ്മുടെ ടോ ഭാഗമായിട്ട് നമുക്കിതിനെ ഈ അറ്റത്തോടു കൂടി ഇങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ ഷൂയുടെ ഈ ഭാഗം, ഈ ഒരു റൗണ്ട് കാണുന്നില്ലേ, ഇതുപോലെ വരും കേട്ടോ.
സൂചി. ഓക്കെ, ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. ടു 3 ടൈംസ്. വീവിങ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഇനി നമ്മളിത് അകത്തൂടെ ഈ റൗണ്ട് പോലെ വരുന്നില്ലേ, ഈ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഞാൻ വെറുതെ ഈ സ്റ്റിച്ചസിലൂടെ ഇതിങ്ങനെ വീവിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ടെയിൽ അധികം വിസിബിൾ ആകത്തില്ല, നമുക്ക് പുറത്തിങ്ങനെ വിസിബിൾ ആവത്തില്ല. ഓക്കെ, സോ ഞാൻ ഈ റൗണ്ട് പോലെ നമ്മൾ ചെയ്തില്ലേ, ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഇത് വീവിങ് ചെയ്യാൻ പോവുകയാണ്. I will come back after doing that. ഞാൻ ഇതിൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ട്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ലെങ്ത് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് വീവിങ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇവിടെ വെച്ച് ഒന്ന് ട്രിം ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ടെയിലൻ്റ് ഉണ്ട്. ഈ ടെയിലൻ്റ് നമ്മൾ ഈ ഷൂയുടെ ഈ കുറച്ച് ആ ടോസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നു. ഇനി ഈ ഷൂസ് അല്ലെങ്കിൽ ഈ ഷൂസിൻ്റെ ഈ 2 എൻഡ്സ് നമ്മളൊന്ന് മാച്ച് ചെയ്യിക്കുക, സ്റ്റിച്ചസ് ഒന്ന് മാച്ച് ചെയ്യിക്കുക. ഒരേപോലെ ഇങ്ങനെ കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവന്ന ശേഷം നമ്മൾ എനിക്ക് ഇത് ഒരു 2 സെൻറ്റിമീറ്റേഴ്സ് നീളമുണ്ട്. ഇവിടെ നിന്ന് ഈ ഇത് വരെ, ഈ റൗണ്ട് വരയ്ക്കും 2 സെൻറ്റിമീറ്റേഴ്സ് നീളമുണ്ട്. ആ ഒരു 2 സെൻറ്റിമീറ്റേഴ്സ് നീളം വരെ നമ്മളൊന്ന് ഈ സ്റ്റിച്ചസിലൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ജസ്റ്റ് മേക്ക് ഷുവർ ഈ 2 സൈഡും നമ്മൾ ഒരുപോലെ വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. അതിനുശേഷം ഒരു 2 സെൻറ്റിമീറ്റേഴ്സ് വീതിക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് കാണാം. നമുക്കൊരു 1 2 3 4 സ്റ്റിച്ചസോളം നമുക്ക് മാക്സിമം മതിയാകും അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 വീയും ഒരുമിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ ടോപ്പ് ഈ ഒരു ലൂപ്പും ഈ ഒരു ലൂപ്പും മാത്രം. ഇത് നമ്മുടെ ഫൗണ്ടേഷൻ ചെയിനിൻ്റെ താഴത്തെ സൈഡാണ് കേട്ടോ. സോ യു വോണ്ട് ഗെറ്റ് ദ എൻറ്റയർ വീസ് ഹിയർ. പിടികിട്ടിയില്ലേ? ഇത് നമ്മൾ ഫിനിഷ് ഓഫ് ചെയ്ത ആ 19th റോ ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്ത ആ ഫൗണ്ടേഷൻ ചെയിൻസ് ഇല്ലേ, ആ ഫൗണ്ടേഷൻ ചെയിൻസിൻ്റെ താഴത്തെ ലൂപ്പാണ്. മേലത്തെ ലൂപ്പിലൂടെയാണ് നമ്മൾ ചെയ്ത് വന്നത്. ഇത് ആ താഴത്തെ ലൂപ്പാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 വീയും എടുത്തിട്ട് ഈ 2 ലൂപ്സിൻ്റെയും കൂടെ ഇതും എടുക്കാം, അല്ലെങ്കിൽ ഈ ലൂപ്പ് മാത്രം എടുത്ത് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും 2 ലൂപ്പ് എടുത്ത് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ഷൂവിൽ. ജസ്റ്റ് ഒന്ന് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം ആ ഒരു 2 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത്. ഒത്തിരി കവർ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാല് നമുക്കിതിൽ ഇടയിലൂടെ
കടത്തി വിടാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഒരു സ്റ്റിച്ച് കൂടെ ഇടുമ്പോൾ നമുക്കതൊരു 2 സെൻറ്റിമീറ്റേഴ്സ് ആകും. ഓക്കെ, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്ക് ഇതും ഒന്ന് വീവിങ് ചെയ്ത് എടുക്കാം. ഇനി ഞാനിതിപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ ഞാൻ ഈ സ്റ്റിച്ചസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വീവിങ് ചെയ്ത് ഇതിനെയും ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് ടോസിൻ്റെ ഈ ഫ്രണ്ട് സൈഡ് ചെയ്ത് കഴിഞ്ഞു. ഫീറ്റ് കുറച്ചൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അറൗണ്ട് 2 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തിന് നമ്മളൊന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്തും കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഈ ഷൂയുടെ ബാക്ക് സൈഡ് കവർ ചെയ്യണം. അപ്പം നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റിൽ ഈ സൈഡ് വേണം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് യാൺ എടുക്കുക. മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് പുട്ട് എ നോട്ട് അറ്റ് ദി ബാക്ക്. എന്നിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ നൂല് കുറച്ചിങ്ങനെ പുറകെ പിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഐ ജസ്റ്റ് സ്റ്റിച്ച് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. നോട്ട് എന്തായാലും ഒന്ന് സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, നമ്മുടെ ഷൂ ഏതാണ്ട് ഫിനിഷ് ആകാറായി. ഇത് നമ്മുടെ ഷൂയുടെ 2 കോർണേഴ്സാണ്. ആ 2 കോർണേഴ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനലി വീവിങ് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ കോർണേഴ്സ് ഒന്നിങ്ങനെ വീവിങ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഇപ്പം നമ്മൾ ഈ ഷൂസ് ഇത് നമ്മളിവിടെ ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാനൊന്ന് വീവിങ് ചെയ്യാൻ പോവുകയാണ്. ഇത് ആ ഹീൽഡ് ഭാഗമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ കുറച്ചിങ്ങനെ കോർണേഴ്സ് എല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് വരുന്ന കാരണം ഇതിലൂടെ നിങ്ങൾക്ക് ആ സൂചി കടത്തി വിടാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. ബട്ട് ജസ്റ്റ് ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ആൻഡ് ഡു ഇറ്റ്. ഞാനിത് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ട്രിം ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ 2 ഷൂയിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഷൂയ്ക്ക് മേളിലൊരു ഒരു റൗണ്ട് സിംഗിൾ ക്രോഷ്യ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇതിലൂടെ ഇങ്ങനെ ഈ മേളിലൂടെ ഇങ്ങനെ ഇത് ചെയ്യാം. ഇറ്റ് ഈസ് അപ് ടു യു. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതങ്ങനെ ചെയ്യാം. ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ അത് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കുഞ്ഞിന് അത് ആ ഷൂ ഇട്ട് നോക്കിയ ശേഷമാണ്
നിങ്ങൾക്ക് ആ ഷൂ ലൂസായിട്ട് ഉണ്ടെന്നാണെങ്കിൽ ആ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് ടൈറ്റ് ഫിറ്റ് അല്ല, സ്നഗ് കറക്റ്റ് ആയിരിക്കും. കാരണം കുട്ടി ഇങ്ങനെ കാല് അനക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ ആ ഷൂ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു റൗണ്ട് സിംഗിൾ ക്രോഷ്യ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദിസ് ഷൂ വിൽ ബി സ്നഗ് ഓൺ ബേബീസ് ടോസ്, ഓക്കെ, ബേബീസ് ഫീറ്റ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന മാതിരി ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കിപ്പോൾ പിടിക്കാൻ സൗകര്യം എനിക്ക് ഈ സൈഡാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ നിങ്ങൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഐ ആം ജസ്റ്റ് pulling that yarn through the single crochet. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ചെയിൻ 1 യൂഷ്വൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വർക്ക് ചെയ്യുക. സോ 1 2 3 4 5 6 7 10 ഇതിവിടെ വന്നിട്ട് ഞാൻ ജോയിൻ ചെയ്യും. 10 സിംഗിൾ ക്രോഷ്യേസ് വരെ ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അവിടെ നമ്മൾ ആ ടോസ് അവിടെ കവർ ചെയ്തില്ലേ, അവിടെ വന്നിട്ട് ജോയിൻ ചെയ്യണം. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ആ ഒരു ടെയിലൻ്റ് പോലെ വന്നിട്ടില്ലായിരുന്നല്ലോ, ആ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടതിൻ്റെ ആ ടെയിലൻ്റാണ് ഇത്. ഞാൻ ആ ടെയിലൻറ്റിലൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ട് വന്നത് ഇത്രയും ദൂരെ. ഓക്കെ, അപ്പോൾ എനിക്കത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് സ്റ്റിച്ചസ് കഴിഞ്ഞ് അത് കട്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഒരു സ്റ്റിച്ചിനും കൂടെ ഇതിങ്ങനെ തികയും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ മേളിലൂടെ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പോവുകയാണ്. സോ ഞാനൊരു 10 സ്റ്റിച്ചസോളം വർക്ക് ചെയ്തു. ഇനി ഇത് നമ്മൾ ഈ ഇത് കണക്ട് ചെയ്തില്ലേ, ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ 2 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഇത്, ആ രണ്ട് സൈഡാണിത്. ഞാനിത് രണ്ടും ഒരുമിച്ചെടുത്ത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇവിടെ. ഇത് നമ്മുടെ ആ ഫൗണ്ടേഷൻ ചെയിൻ വന്നില്ലേ, ആ സൈഡാണ്. ഈ സൈഡിൽ നമ്മൾക്കൊരു 10 ഈ സൈഡിൽ നമ്മൾ 10 സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഫിനിഷ് ഓഫ് ചെയ്തു. അതുപോലെ ഇവിടെയും 10 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യണം ഈ സൈഡിൽ. 4 ചെയ്തു, ഇത് 5 6 7 8 9 10 ലാസ്റ്റ് വൺ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നമ്മുടെ ഇത് ചെയിൻ 1 ആണ്. ഈ ചെയിൻ 1 നമ്മൾ ഈ ലാസ്റ്റ് റോ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈറ്റിൻ്റെ ഇതാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ഓഫ് ചെയ്യണം. ഓക്കെ, വീവിങ് ചെയ്യുക.
വീവിങ് ചെയ്യാണ്. ഇതിപ്പോൾ നമ്മുടെ ഇത് ഫ്രണ്ട് സൈഡ് അല്ലേ, വീവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഇങ്ങനെ റോങ് സൈഡ് പുറത്തെടുത്തിട്ട് വേണമെങ്കിൽ വീവിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചസ് ഈ വീവിങ് ചെയ്യുന്നത് അകത്തോട്ട് പോയി കിട്ടും നമുക്ക്. ഓക്കെ, ഐ എം ജസ്റ്റ് ട്രൈങ് ടു ബ്രിങ് ദ ഇൻസൈഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ചെയ്തിട്ട് നമുക്കൊന്ന് വീവിങ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വീവിങ് ചെയ്തതെല്ലാം അങ്ങ് അകത്തോട്ട് കിടക്കും. കണ്ടോ, ഈ ഒരു വീവിങ് ചെയ്ത ഭാഗമൊക്കെ നമുക്ക് അങ്ങ് അകത്തോട്ട് കിട്ടും. വീവിങ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സർക്കുലർ ഡയറക്ഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ താഴോട്ട് തന്നെ ചെയ്യാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇതിപ്പോൾ എനിക്ക് ഈ യാണിൻ്റെ ലെങ്ത്ത് ഐ തിങ്ക് ഇറ്റ് വിൽ ബി സഫിഷ്യൻറ്റ് ടു വീവ് ഇൻ ത്രൂ ദി ഡൗൺ സൈഡ്. അപ്പോൾ ഞാനത് ഡൗൺ സൈഡിൽ ഇങ്ങനെ വീവിങ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാനിതിങ്ങനെ വീവിങ് ചെയ്തിട്ട് ഐ വിൽ മീറ്റ് യു അറ്റ് ദി. ഞാനിതിപ്പോൾ മേലിൽ ഇവിടെ ചെയ്ത ആ ഒരു റൗണ്ട് ഓഫ് സിംഗിൾ ക്രോഷേ അത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് വീവിങ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇനി ഇൻസൈഡ് ഔട്ട്, ഐ മീൻ ഈ റോങ് സൈഡ് അകത്തോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ജസ്റ്റ് ഐ എം ഡൂയിങ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് ബേബി ഷൂ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ പോലെ ചെയ്യണം എന്നാണെങ്കിൽ, ഞാനിപ്പോൾ ഇതിൽ ചെയ്തിട്ടില്ല, നിങ്ങൾക്കത് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ 1-2 ബട്ടൺസ് എടുക്കുകയോ കുഞ്ഞ് ബട്ടൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഗൂഗിളി ഐ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കിങ്ങനെ ഒരു ഡെമോ പോലെ ഈ കാൽപാദം വരത്തില്ലേ, ഈ ഒരു സൈഡിൽ നമുക്കിതിങ്ങനെ വെക്കാം. സോ അത് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന പോലെ. അല്ലെങ്കിൽ എൻ്റെ ഒരു വലിയ ബട്ടൺ ഇപ്പോൾ ഉണ്ട്, ഒരു കോൺട്രാസ്റ്റിംഗ് കളറിൽ ഒരു ബട്ടൺ എടുത്തിട്ട് ഇത് ഈ ഒരു ഓറഞ്ച് യാൺ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതോ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു ഐറ്റമായിട്ട് തന്നെ വെക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ ബട്ടർഫ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഹാർട്ട്സ് ചെയ്തു, ഫ്ലവേഴ്സൊക്കെ ചെയ്തു, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് അപ് ടു യു, ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ഞാനിപ്പോൾ ഇതെന്തായാലും പ്ലെയിൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ബേബി ഷൂ തയ്യാറായി കഴിഞ്ഞു. ഞാൻ എൻ്റെ മോളുടെ ഈ ഒരു ബേബി ഡോൾ എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഐ ക്യാൻ ജസ്റ്റ് ഡെമോ ഇറ്റ് ഫോർ യു. അപ്പോൾ ഇതൊരു 2 ഫീറ്റോളം 1 ഫീറ്റ് ഉണ്ട് ഈ ബേബിയുടെ ലെങ്ത്ത്. ഞാൻ ഈ ബേബിയുടെ കാലിലൊന്നിങ്ങനെ വെച്ച് നോക്കാം. സോ ബോത്ത് ഷൂസ് ലുക്ക് ദ സെയിം. സോ നിങ്ങൾക്ക് ഏത് കാലിൽ വേണേലും ഇടാം. കണ്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ബേബി നിൽക്കത്തില്ല. ഈ ഡോളിനെ എനിക്ക് നിർത്തിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് നമ്മുടെ കുഞ്ഞു ബേബീസിനെ ഇങ്ങനെ നിർത്തിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇത് ലൂസായിരിക്കും, ചിലപ്പോൾ ഇത് ടൈറ്റ് ആയിരിക്കും. ആ ബേബിയുടെ ഇത് കാൽപാദത്തിൻ്റെ ആ വീതി അനുസരിച്ചിട്ട് ഉണ്ടാകും. സോ ഞാനിപ്പോൾ എൻ്റെ ഈ ഡോൾ ഇങ്ങനെ നിർത്തി വെച്ചതാണ്. ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ മേക്ക് ഇറ്റ് സെറ്റ്.
മറിഞ്ഞു വീഴുമെന്ന് തോന്നുന്നു ഈ ബേബി. ഇന്ന് മൊത്തം അവളാണ് കൈകാര്യം ചെയ്യുന്നത്, ഞാനല്ല. അപ്പം ഈ ബേബിക്ക് ഞാൻ 2 ഷൂസ് ചെയ്ത് കഴിഞ്ഞു. ബേബിയുടെ കാലിൽ ഇട്ടിരിക്കുകയാണ്. ആൻഡ് ഐ ഹാവ് ജസ്റ്റ് അറ്റംപ്റ്റഡ് ടു മേക്ക് ദിസ് ബേബി സെറ്റ്. മോൾ ഈ ബേബിയുടെ തലയിലൊക്കെ ഇങ്ങനെ വരച്ച് കളറൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. അവളുടെ കുഞ്ഞല്ലേ, അപ്പോൾ അവൾക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. സോ this is how the baby booties is now. I hope you like this video and it was really helpful. It was so understandable too. Please subscribe to my channel for more tutorials. Until then, it is bye from Kala. Happy crocheting and stay blessed.